നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ വഞ്ചിതരായ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ കണ്ണീര് കണ്ട മാതാപിതാക്കളുടെയും വേദനയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം ഭാവി സ്വപ്നം കണ്ട് പുസ്തകങ്ങൾക്ക് മുന്നിലിരുന്ന് ചോര നീരാക്കിയ ലക്ഷക്കണക്കിന് കുട്ടികൾ, അവരുടെ ഭാവി സംരക്ഷിക്കാൻ ചോർന്നു പോയ ചോദ്യപേപ്പറിന് മറുപടി ചോദിക്കാൻ, പരീക്ഷാ ഏജൻസികളുടെ വീഴ്ചകൾക്കെതിരെ ശബ്ദമുയർത്താൻ തെരുവിൽ ഇറങ്ങി തിരിച്ചൊരു വിദ്യാർത്ഥി സമരം. പക്ഷെ ഇന്നിപ്പോൾ ആ സമരം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും നിഷ്പക്ഷമായി ചിന്തിച്ചിട്ടുണ്ടോ? നീറ്റ് പരീക്ഷയെക്കുറിച്ചോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ക്രമക്കേടുകളെക്കുറിച്ചോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വീഴ്ചകളെക്കുറിച്ചോ സംസാരിക്കേണ്ട ഇടങ്ങളിൽ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് ഉയർന്നു കേൾക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികർക്കെതിരെയുള്ള തെറിവിളികൾ, കശ്മീരിലെ 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകൾ, സനാതന ധർമ്മത്തിനും മതപരമായ ചിഹ്നങ്ങൾക്കുമെതിരെയുള്ള പരസ്യമായ വിദ്വേഷ പ്രചാരണങ്ങൾ, അക്രമം, കൂക്കിവിളികൾ, തെറിവിളികൾ, പൊതുമുതൽ അടിച്ചു തകർക്കൽ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ ബലികൊടുത്തുകൊണ്ട് ഈ സമരത്തെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു വലിയ കലാപമാക്കി മാറ്റാൻ ഏതെങ്കിലും നിക്ഷിപ്ത ശക്തികൾ ശ്രമിക്കുന്നുണ്ടോ? ജനാധിപത്യപരമായ ആ പ്രതിഷേധം എങ്ങനെയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന തരത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്? ചോദ്യങ്ങൾ ഒരുപാടാണ്. ഇതിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളും ഇൻവെസ്റ്റിഗേറ്റീവ് വിവരങ്ങളും നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഏതൊരു ജനാധിപത്യ രാജ്യത്തും ഒരു പരീക്ഷാ ക്രമക്കേട് ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നത് പൗരന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. അതിനെതിരെ നമ്മൾക്കൊന്നും പറയാനില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെയും അനാവശ്യമായി നൽകിയ ഗ്രേസ് മാർക്കുകളിലൂടെയും സാധാരണക്കാരായ നിർധന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളാണ് ആ തകർന്നടിഞ്ഞത്. അതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ടായിരുന്നു. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പുവരുത്താനും അന്വേഷണം പ്രഖ്യാപിച്ച് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടായിരുന്നു. എന്നാൽ തെരുവുകളിൽ പടർന്നു പിടിച്ച ഈ പ്രക്ഷോഭം തൊട്ടടുത്ത ദിവസങ്ങളിൽ കൈക്കൊണ്ട രൂപം എന്തായിരുന്നു? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം, സുതാര്യമായിട്ടുള്ള പുനഃപരീക്ഷ എന്നൊക്കെയുള്ള പ്രാഥമിക ആവശ്യങ്ങളിൽ നിന്നും ഏറെ മാറി സമരം വളരെ പെട്ടെന്നാണ് അക്രമങ്ങളിലേക്ക് തിരിഞ്ഞത്. ഡൽഹിയുടെ തെരുവുകളിൽ പോലീസുകാരെ കല്ലെറിയുന്നു, വഴിപോക്കരായിട്ടുള്ള സാധാരണക്കാരെ ഉപദ്രവിക്കുന്നു, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നു, വിശ്രമമില്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്തുന്ന വനിതാ മാധ്യമപ്രവർത്തകരെ കായികമായി ആക്രമിക്കുകയും കഴുത്തിന് പിടിച്ചു ഞെരിക്കുകയും പീഡനത്തിന് പോലും ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച. വഴിയിൽ കിടക്കുന്ന വാഹനങ്ങൾക്ക് തീയിടുന്നു. ഇതൊക്കെയാണോ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യങ്ങൾ? വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കാൻ ഇറങ്ങിയവർ എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച പൊതുമുതൽ അടിച്ചു തകർക്കുന്നത്? അവിടെയും തീർന്നില്ല. ഈ സമരവേദികളിൽ പിന്നീട് ഉയർന്നു വന്ന ദൃശ്യങ്ങളും കേട്ട മുദ്രാവാക്യങ്ങളും പരിശോധിച്ചാൽ ഏതൊരു ഭാരതീയന്റെയും ചോര തിളക്കുന്നത് തന്നെയാണ്. വിതറിയ ചോദ്യപേപ്പറിന് മറുപടി ചോദിക്കുന്നതിന് പകരം പരീക്ഷയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത വിഷയങ്ങളാണ് അവിടെ ബോധപൂർവം അടിച്ചേൽപ്പിക്കപ്പെട്ടത്. വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നും പറഞ്ഞ് അവിടെ എത്തിയ വിഘടനവാദികൾ വേറെയും. നമ്മൾ രാത്രികളിൽ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോൾ 0 ഡിഗ്രിക്കും താഴെയുള്ള തണുപ്പിലും കൊടും ചൂടിലും അതിർത്തിയിൽ മഞ്ഞും മഴയും കൊണ്ട് നമ്മളെ കാത്തു രക്ഷിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെയും നമ്മുടെ ധീരഭടന്മാരെയും പരസ്യമായി പച്ചത്തെറി വിളിക്കുന്ന വാക്കുകളാണ് ചിലരുടെ വായിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിച്ചത്. പരീക്ഷാ തിരിമറിക്കെതിരെ സമരം ചെയ്യുന്നതിനിടയിൽ എന്തിനാണ് നമ്മുടെ സൈന്യത്തെ അധിക്ഷേപിക്കുന്നത്? അതിനൊപ്പം കശ്മീരിന്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരണമെന്ന രാഷ്ട്രീയ അജണ്ട ഉയർത്തുന്നു. അതും വിദ്യാർത്ഥികളും തമ്മിൽ എന്താണ് ബന്ധം? ഹൈന്ദവ ദൈവങ്ങളെയും മതപരമായ ആചാരങ്ങളെയും പരസ്യമായി അധിക്ഷേപിക്കുന്ന പാട്ടുകളും മുദ്രാവാക്യങ്ങളും വരികളും നിർമ്മിച്ച് സമരപ്പന്തലുകളിൽ പാടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സാധാരണ വിദ്യാർത്ഥി നീറ്റ് പരീക്ഷ എഴുതാൻ പോയത് ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണോ? അല്ലെങ്കിൽ സൈന്യത്തെ ചീത്ത വിളിക്കാനും ദൈവങ്ങളെ അധിക്ഷേപിക്കാനും വേണ്ടിയാണോ? അപ്പൊ കാര്യം അങ്ങേയറ്റം വ്യക്തമാണല്ലോ. വിദ്യാർത്ഥികളുടെ ന്യായമായ രോഷത്തെയും നിരാശയെയും ചില രാഷ്ട്രീയ വർഗീയ ശക്തികൾ തങ്ങളുടെ വോട്ട് ബാങ്കിനും രാജ്യവിരുദ്ധ അജണ്ടകൾക്കും വേണ്ടി ക്രൂരമായി മുതലെടുക്കുകയാണ്. ഇതൊന്നും തിരിച്ചറിയാതെ മുറവിളി കൂട്ടുന്നത് കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കാര്യം എന്താണെന്ന് പോലും കൃത്യമായി പഠിക്കാതെ തരംഗത്തിനും റീൽസ് ട്രെൻഡുകൾക്കും പിന്നാലെ പോകുന്ന ഒരു കൂട്ടം യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ വയനാട്ടിൽ നിന്നും മറ്റു ദൂരദേശങ്ങളിൽ നിന്നും വണ്ടി കയറി ഡൽഹിയിലെ പ്രക്ഷോഭ ഭൂമിയിലേക്ക് എത്തുന്നവർ മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖങ്ങൾ കേട്ടാൽ അതിശയം തോന്നും. മതഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ ഉദ്ധരിച്ച് ലോകാവസാനം നേരിട്ട് കാണാൻ വന്നതാണെന്ന് പറയുന്ന തരത്തിലേക്ക് പോലും ചില പ്രക്ഷോഭകർ വഴിതെറ്റിക്കപ്പെടുന്നു. സമരത്തിന് പിന്നിലെ യഥാർത്ഥ അജണ്ട തിരിച്ചറിയാതെ എന്തോ വലിയ വിപ്ലവം നടത്താൻ പോവുകയാണെന്ന വ്യാമോഹത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഇത്തരം ചെറുപ്പക്കാരാണ് ഒടുവിൽ പോലീസിന്റെ കേസുകളിലും ലാത്തി ചാർജുകളിലും പെട്ട് സ്വന്തം ജീവിതവും ഭാവിയും എന്നേക്കുമായി തുലയ്ക്കുന്നത്.
അതേസമയം ഇവരെ മുൻനിർത്തി പിന്നിൽ നിന്നും കളിപ്പിക്കുന്ന നേതാക്കളോ ആസൂത്രകരോ എവിടെയെങ്കിലും ഒരു പോറിലെങ്കിലും അവർ കേൾക്കുന്നുണ്ടോ? ഇല്ല. അവർ സുരക്ഷിതമായി ക്യാമറകൾക്ക് മുന്നിൽ സെൽഫി എടുത്ത് ചിരിക്കുകയും സോഷ്യൽ മീഡിയയിൽ ലൈവ് വന്ന് പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ അജണ്ടകളുടെ ബലിയാടാകുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമാണ്. വസ്തുതകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പരീക്ഷാ ക്രമക്കേടുകൾ പുറത്തു വന്ന ഉടൻ തന്നെ അന്വേഷണ ഏജൻസികൾ കാര്യക്ഷമമായി ഇടപെടുകയും കേസ് CBIക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ക്രമക്കേടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച മാഫിയകളെയും പ്രധാന കണ്ണികളെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിൽ വലിയ അഴിച്ചുപണികൾ നടത്താനും ഭാവിയിൽ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശനമായ നിയമനിർമ്മാണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. തീർച്ചയായും തിരുത്തൽ നടപടികൾ ഇനിയും കൂടുതൽ വേഗത്തിലും ശക്തമായും നടപ്പിലാക്കണമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു കുറ്റവാളിയും രക്ഷപ്പെടരുത്. പക്ഷെ ആ ആവശ്യത്തിന് പിന്നിൽ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർത്തുകൊണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും കലാപം സൃഷ്ടിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. ഇതിന്റെ പ്രത്യാഘാതം ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇവിടെ കേരളത്തിലും വിദ്യാർത്ഥികളുടെ പേരിൽ അടിക്കടി പഠിപ്പ് മുടക്കുകളും വിദ്യാഭ്യാസ ബന്ധുകളും പ്രഖ്യാപിക്കുന്നു. മഴയും മറ്റ് പ്രാദേശിക ഹർത്താലുകളും കാരണം ഏതാണ്ട് പകുതിയോളം അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം അനാവശ്യ രാഷ്ട്രീയ സമരങ്ങളൊക്കെ പ്രഖ്യാപിച്ച് കുട്ടികളുടെ ബാക്കിയുള്ള പഠന ദിവസങ്ങൾ കൂടി രാഷ്ട്രീയക്കാർ തട്ടിയെടുക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറി ഈ കാണുന്ന റീൽസ് അല്ല ലോകമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഏതെങ്കിലും ഒരു കായിക മത്സരം നടക്കുമ്പോഴോ അനാവശ്യ രാഷ്ട്രീയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ വളരെ എളുപ്പത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ എല്ലാം യഥാർത്ഥ നഷ്ടം കൃത്യസമയത്ത് സിലബസ് തീർക്കാൻ പറ്റാത്ത മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉണ്ടാവുക. സമരങ്ങളാകാം, എന്നാൽ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും രാജ്യത്തിന്റെ വളർച്ചയെയും പണയം വെച്ചുകൊണ്ടാവരുത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.